അയ്യോ ഇതാരാ ഈ പാത്രം കഴുകുന്നേ? കോലോത്തെ ഭഗവതിയാണോ? ഇല്ല, ചോനർത്തല ഭവാനിയമ്മയുടെ കൊച്ചുമോളാണേ ശിവാനി. എന്തേ പരിചയമില്ലേ? രാവിലെ കുളിയൊക്കെ കഴിഞ്ഞോ? പഴമക്കാര് പറയേ കുളിച്ച് ശുദ്ധിയായിട്ടേ അടുക്കളയിൽ കയറാവൂന്ന്. അതില് പലതുണ്ട് അർത്ഥം. നമ്മൾ ശാരീരിക ശുദ്ധിയും മാനസിക ശുദ്ധിയും ഉണ്ടെങ്കിൽ മാത്രമേ വെക്കണ ഭക്ഷണത്തിന് ഗുണമേന്മയും രുചിയും അതിന്റെ ഒരു കൈപ്പുണ്യം അങ്ങനെ ഉണ്ടാവുള്ളൂ. അല്ലേ ഭവാനിയമ്മേ? ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങള് എന്റെ കുട്ടി അക്ഷരം പ്രതി അനുസരിക്കുന്നുണ്ടല്ലോ. എനിക്ക് വളരെ ഇഷ്ടായി. അതാണേ சிவா. ഓ, எதுக்கு இப்படி சீக்கிரம் வேலை பாக்குற? അത് കനകാന്റി, നമ്മളിങ്ങനെ അടുക്കളയിൽ കയറിയിട്ട് ഇങ്ങനെ ഇഴഞ്ഞ് ജോലി ചെയ്തണ്ടല്ലോ നമ്മുടെ ജീവിതത്തിനെ അത് ബാധിക്കും. അടുക്കളയിൽ കയറിയ ടാപ്പ 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 ടാപ്പെന്ന പരിപാടി തീർക്കുക, അടുത്ത പരിപാടിക്ക് പോവുക. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മനസ്സിലായല്ലോ അല്ലേ? ഇല്ലേ അമ്മൂമ്മേ? അതെ അതെ. ആ, എന്തോന്നത്? ആ, ചേച്ചി ഇത് കണ്ടു കാണില്ല. ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കൃത്യത്തിന് പാത്രം കഴുകുക എന്ന് പറയും. ഇതുണ്ടെങ്കിൽ നമുക്ക് ഞം സാപ്പാടായിട്ട് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. വല്ലപ്പോഴും കാണുന്നല്ലേ, നന്നായിട്ട് കൺകുളർക്കെ കണ്ടോളൂ. ഈ കോലത്തില് രാവിലെ എന്റെ കുളിച്ച് അമ്പലത്തില് പോയി, അതാണ്. ആ, ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് പുറത്ത് കാർമേഘം ഇങ്ങനെ ഇരുണ്ട് കൂടി നിക്കണത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇടിവെട്ടി മഴയും പെയ്യും. ആണല്ലേ? എന്നാ വേഗം മഴത്തിറങ്ങി നിൽക്കും. അങ്ങനെയെങ്കിൽ തലയിൽ കുറച്ച് വെള്ളം വീണ് ബോധം വരട്ടെ. ചെന്നൈയില് കുറെ നാള് വെള്ളം കാണാണ്ട് കിടന്നതല്ലേ, തേച്ച് നനച്ച് കുളിച്ചല്ലേ, വെറുതെ അല്ലേ ഇച്ചിരി ഭംഗിയും എന്താ പറയാ ഒരു ഒരു ഐശ്വര്യം ഒക്കെ വന്നത്. ഞാൻ എല്ലാ ദിവസവും ചെന്നൈയിൽ തേച്ചരച്ച് തന്നെ കുളിക്കാറുണ്ട് കേട്ടോ. എന്താ പരിപാടി? എന്ത് പരിപാടി? രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിൽ പോയി വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നു. ഫുഡ് ഉണ്ടാക്കാനാ? ആ, ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നു. ആര്, നീയാ? പിന്നല്ലാണ്ട്. ആ, ഞാനാണ് ഇന്ന് ഫുഡ് ഉണ്ടാക്കാൻ പോണേ. പിന്നെ മറ്റേ ചോറ് മാത്രം ആരെങ്കിലും സമയത്തിന് വാർത്ത തരണം, എനിക്ക് എന്റെ വേവ് നിറഞ്ഞൂടാ. പിന്നെ ഈ കറിയുടെ കാര്യം, കറി ഇപ്പം നീ ഗ്യാസ് കത്തിച്ചിട്ട് പാത്രം വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബാക്കിയുള്ളതിലോട്ട് ഇട്ടിട്ട് മസാലയൊക്കെ വാരിയിട്ടിട്ട് ആരെങ്കിലും അതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കണം. വാർത്ത് ബാക്കിയോടെ മാറ്റി വെക്കണം. അത് തന്നെ, ഇവിടെ സൈഡിൽ അങ്ങ് നിർത്തിയാ മതി. சிவா, இன்னைக்கு என்னெல்லாம் கறி வைக்க போற? കനകാൻവി ഞെട്ടും. ഞാൻ ചെന്നൈയിൽ പരീക്ഷിച്ചു നോക്കി വൈറലായി ആൾക്കാർക്ക് ഞെട്ടി തരിച്ചു നിന്നിട്ടുള്ള പല ഡിഷസ് ഞാൻ പുറത്തേക്ക് ഇറക്കും. ആ ഞെട്ടിത്തരിച്ചവരൊക്കെ ഇപ്പോഴും ഉണ്ടോ, അത് അപ്പൊ തന്നെ തരിച്ച് തരിയായി പോയോ? ഇന്ന് ഞെട്ടുമല്ലോ, അപ്പൊ നമുക്ക് അറിയാം. മോളെ, മീൻകറി മോള് തന്നെ ഒന്ന് വെക്കുന്നേ? പിന്നെ അല്ലാണ്ട്. പിന്നെ നമ്മുടെ യൂഷ്വൽ മീൻകറി അല്ല കേട്ടോ, കോട്ടയം സ്പെഷ്യൽ മുളക് ഇടുന്ന നല്ല അന്തസ്സുള്ള മീൻകറിയാ. ഫ്രിഡ്ജില് വെള്ളം വെച്ചിട്ടുണ്ടോ? തണുത്തുള്ളം വെച്ചിട്ടുണ്ടോ? ഇനി എരിഞ്ഞ് പുകഞ്ഞോണ്ട് ഓടുവേ. കനകാന്റി, സന്തോഷായില്ലേ? ഇന്ന് വയററിയാതെ ഭക്ഷണം കഴിക്കും. വയററിയാതെ പോകും. ദഹിക്കൂന്നാടി ഉദ്ദേശിച്ചത്. നല്ല ദഹനം ഉണ്ടാവും.